ഹായ് ഗായ്സ്, ഞാനിന്ന് എമ്പുരാൻ കണ്ടു. നമ്മുടെ ടോപ്പ് 10 ഡെയിലി ടോപ്പ് 10 വ്ളോഗിലെ എല്ലാവർക്കും എമ്പുരാൻ സിനിമ വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഫസ്റ്റിനെക്കാട്ടും നല്ലൊരു കഥ ഉള്ള സെയ്ദ് മസൂദിൻ്റെ കഥയാണ് രണ്ടാം ഭാഗത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി മൂന്നാം ഭാഗം എമ്പുരാൻ ഖുറൈഷിനെ കുറിച്ചും അതിനുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയെ രണ്ട് രീതിയിൽ 3 ഭാഗം ഉണ്ടാവും. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിൽ അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമ നല്ലതാണ്, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. പൃഥ്വിരാജ് സുകുമാറിൻ്റെ ബ്രില്യൻ രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല, ഒരു ഫാമിലി രാഷ്ട്രീയം കൂടി ഇതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ്റെയും ലാലേട്ടൻ്റെയും ഒക്കെ ഒരു വൺ ഓഫ് വെൽക്കമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സിനിമയെ നമ്മൾ താറടിക്കരുത്. ഒരു സിനിമയ്ക്കും ഇങ്ങനെ നെഗറ്റീവ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തിൽ എന്ത് ചെയ്യുന്നു, ആര് ചെയ്യുന്നു എന്നല്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നാണ് കണ്ടത്. സിനിമ കാണുക, അഭിപ്രായം പറയുക, അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ ബഡ്ജറ്റ് ഇട്ട ഒരു മൂവിക്ക് അത്തരത്തിലും ഒരു വില ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ കാണാനും അത് ആസ്വദിക്കാനും പറ്റൂ. എനിക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റൂ. അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ബീജത്തിനുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ വണ്ടർഫുൾ സിനിമ, കീപ് ഇറ്റ് അപ്പ്. നിങ്ങളും പോയി കാണൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിടും.